അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ ആദ്യ 2 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. 30 വചനങ്ങളുള്ള ഈ അധ്യായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറക്ക് മുമ്പ് മക്കയിൽ വെച്ചാണ് അവതീർണമാകുന്നത്. അഥവാ മക്കിയായ അധ്യായമാണ്. അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജാധികാരം, ആധിപത്യം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ അധ്യായത്തിന് അപ്രകാരം അൽ മുൽക്ക് എന്ന് പേര് വരാനുള്ള കാരണം ഇതിന്റെ ആരംഭത്തിൽ തന്നെ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശം ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ അധ്യായത്തിന് വേറെയും ചില പേരുകൾ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതായി കാണാം. ഇമാം സുഹൈലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അഥവാ ഈ അധ്യായത്തിന് അൽ വാഖിയ എന്നും അൽ മുൻജിയ എന്നും ഒക്കെ പേര് വിളിക്കപ്പെട്ടതായി കാണാം. അതിന്റെ അർത്ഥം സംരക്ഷിക്കുന്നവൾ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നവൾ എന്നൊക്കെയാണ്. ഇപ്രകാരം അതിന് പേര് വിളിക്കപ്പെടാനുള്ള കാരണം ഖബറിലെ ശിക്ഷയിൽ നിന്നും ഈ അധ്യായം രക്ഷപ്പെടുത്തും എന്ന കാരണത്താലാണ്. അത് ഭൗതിക ലോകത്ത് പാരായണം ചെയ്ത ആൾക്ക് വേണ്ടി ഈ അധ്യായം ശുപാർശ തേടുകയും ചെയ്യും എന്നതിനാലാണ്. വകാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യുസമ്മീഹ അൽ മുജാദില. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ അധ്യായത്തെ അൽ മുജാദില, തർക്കിക്കുന്നവൾ എന്നും പേര് വിളിച്ചതായി കാണാം. ലിഅൻഹ തുജാദിലു അൻ ഖാരിഇഹ ഫിൽ ഖബർ. അതിന്റെ കാരണം എന്താണെന്നാൽ അത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അത് ഖബറിൽ തർക്കിക്കുമെന്നാണ്, ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയതു. അഥവാ ഈ അധ്യായം എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയിൽ നിന്നും തടഞ്ഞു നിർത്തുന്നവളാണ്, അത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവളുമാണ്. തുൻജീഹി മിൻ അദാബിൽ ഖബർ. ഖബറിലെ ശിക്ഷയിൽ നിന്നും ഈ അധ്യായം അതിന്റെ ഖാരിഇനെ, അത് ഭൗതിക ലോകത്ത് പാരായണം ചെയ്ത വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും എന്നാണ്. ഈ അധ്യായത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഇപ്രകാരം ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന സൂറത്തൻ ഫിൽ ഖുർആൻ 30 ആയ, അഥവാ 30 വചനങ്ങളുള്ള ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. ശഫഅത് ലിസാഹിബിഹാ ഹത്താ ഗുഫിറ ല. ആ അധ്യായം അത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ശുപാർശ തേടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഹത്താ ഗുഫിറ ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പാപമോചനം ലഭിക്കപ്പെടുന്നത് വരെ ആ അധ്യായം തർക്കിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അധ്യായത്തെ പാരായണം ചെയ്തു കൊടുക്കുന്നു. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്നിങ്ങനെ പാരായണം ചെയ്യുന്നതായി കാണാം. അതേപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലും ഈ അധ്യായത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൻ ഫിൽ ഖുർആൻ ഖാസമഹു അൻ സാഹിബിഹാ ഹത്താ അദ്ഖലത്ഹുൽ ജന്ന. അഥവാ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ഈ അധ്യായം അത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി തർക്കിക്കുകയും അങ്ങനെ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അധ്യായം പാരായണം ചെയ്യുന്നതായും കാണുവാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠത നിറഞ്ഞൊരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് എന്ന കാര്യം നാം മറന്നു പോകാൻ പാടില്ല. എല്ലാ ദിവസവും രാത്രി അത് പാരായണം ചെയ്യുന്നത് സുന്നത്തായ കർമ്മമായി ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതായും നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ശേഷം ഇമാം സുഹൈലി റഹ്മത്തുള്ളാഹി വീണ്ടും പറയുന്നു, സൂറത്തുൽ മുൽക്ക് കസായിർ സുവർ അൽ മക്കിയ. അഥവാ മറ്റുള്ള അധ്യായങ്ങളെ പോലെ തന്നെ സൂറത്തുൽ മുൽക്കും അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളാണ്. തഅനി ബി ഉസൂലിൽ അഖീദ അൽ അസാസിയ. അഥവാ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ അധ്യായത്തിൽ ചർച്ചകളുള്ളത് എന്നാണ്. വഹു ഇസ്ബാത്തു വുജൂദില്ല. അഥവാ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കൃത്യമായി വിവരിക്കുന്ന രീതിയിൽ ഈ അധ്യായത്തിൽ പരാമർശങ്ങൾ ഉണ്ട് എന്നാണ്. വഅലമതിഹി, റബ്ബിന്റെ ശ്രേഷ്ഠതയും മഹത്വവും, വഖുദ്റതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയുമെല്ലാം ഈ അധ്യായം നമ്മെ ഉണർത്തുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ അടിയുറപ്പിക്കേണ്ടതായ വിശ്വാസ കാര്യങ്ങളും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. അഥവാ അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസം നമ്മിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം, പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ
ഈ അധ്യായത്തിൽ അള്ളാഹു ഉണർത്തുന്നുണ്ട് എന്നാണ്. അഥവാ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥതയും അതിന്റെ എല്ലാം ഭരണാധികാരവും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. എന്നാൽ ഭൂമിയിലെ വസ്തുക്കളും സ്ഥലങ്ങളും അതുപോലുള്ള മറ്റു സാമഗ്രികളുമൊക്കെ അതൊക്കെ തന്റെ അധീനതയിലാണെന്നും അവകളുടെ ക്രയവിക്രയ അവകാശങ്ങൾ തനിക്കാണെന്നും മനുഷ്യർ അവകാശപ്പെടാറുണ്ടെങ്കിലും ആ ഉടമസ്ഥതകൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. അതിനെല്ലാം തന്നെ ഒരുപാട് പരിമിതികളും ഉണ്ട് എന്നത് തീർച്ചയാണ്. അത് താൽക്കാലികവുമാണ്. എന്നാൽ മനുഷ്യനടക്കമുള്ള സകല ചരാചരങ്ങളുടെയും യഥാർത്ഥ നിയന്ത്രണാവകാശമുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. അങ്ങനെയുള്ള ഏകനായ അള്ളാഹു എല്ലാവിധ മഹത് ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന മുഖവുരയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഒന്നാമത്തെ വചനം നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. തബാറക അനുഗ്രഹപൂർണനായിരിക്കുന്നു. അല്ലദീ എങ്ങനെയുള്ളവനാണ്? ബിയദിഹിൽ മുൽക്കു അവന്റെ കരങ്ങളിലാണ്, അവന്റെ കൈവശമാണ് അധികാരമുള്ളത് അല്ലെങ്കിൽ ആധിപത്യമുള്ളത്. വഹുവ അവനാകട്ടെ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കും ഖദീറുൻ കഴിവുള്ളവനാകുന്നു. സാങ്കേതികവും ശാസ്ത്രീയവുമായ സകല നേട്ടങ്ങളും ഉന്നതികളും മനുഷ്യൻ കരസ്ഥമാക്കിയാലും എത്രയെല്ലാം ആഴങ്ങളിലേക്ക് ചിന്തിച്ചെത്തിയ AI പോലെയുള്ള വളരെ അത്യാധുനിക ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ വിലസിയാലും ശരി, ആ സൃഷ്ടാവിന്റെ കൽപ്പനകൾക്കും തീരുമാനങ്ങൾക്കും അപ്പുറം അവകൾക്ക് മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവരുവാനും സംഭവ്യമാകാനുള്ള യാഥാർത്ഥ്യങ്ങൾ തുടച്ചു നീക്കുവാനും ആ റബ്ബിന്റെ കഴിവുകൾക്ക് പരിധി നിശ്ചയിക്കുവാനും ഒരു കഴിവിനും തന്നെ സാധ്യമല്ല. മനുഷ്യന്റെ ചിന്തകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൾ അതിവിശാലം തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതാണ് ഈ ആയത്ത് നമ്മെ ഉണർത്തിയത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു എന്നാണ്. ആധുനികപരമായ പല നേട്ടങ്ങളും നാം കൈവരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ കരസ്ഥമാക്കിയിട്ടുണ്ട്, എവിടൊക്കെയോ എത്തിയിട്ടുണ്ട് എന്ന തോന്നലുകൾ റബ്ബിനെ നിഷേധിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ നിരർത്ഥകമാണ് എന്ന് പ്രഖ്യാപിക്കുവാനുമൊക്കെ അവന്റെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൾക്ക് പരിധി നിശ്ചയിക്കുവാൻ മനുഷ്യന്റെ ബുദ്ധികൾക്ക് സാധിക്കുകയില്ല എന്നും അതിനപ്പുറം ഭൗമോപരിതലത്തിൽ വസിക്കുന്ന സകല സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾക്ക് മാറ്റത്തിരുത്തലുകൾ നൽകുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ പരാമർശിച്ച തബാറക എന്ന പദം അതിന്റെ ആശയം എത്രയോ വിശാലമാണ്. അതിനാൽ തന്നെ ആ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത മറ്റുള്ളവർക്ക് പരാമർശിക്കുക എന്നത് ഒരിക്കലും തന്നെ അനുയോജ്യവുമല്ല. ഇമാം സുഹൈലി റഹ്മത്തുള്ളാഹി പറയുകയാണ്, വകലിമത്തു തബാറക, അഥവാ ഇവിടെ തബാറക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തആല വ തആലമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അവൻ ഉന്നതനായിരിക്കുന്നു, അവൻ മഹോന്നതിയുള്ളവനായിരിക്കുന്നു എന്നാണ്. ഈ ഒരു പദം അത് വഹിയ തദുല്ലു അലാ ഗായത്തിൽ കമാൽ വമുൻതഹ തഅദീമി വൽ ഇജ്ലാൽ, അഥവാ എത്രയോ ആഴത്തിലുള്ള ആശയങ്ങൾ ഈ ഒരു പദം കൈവരിക്കുന്നുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിന്റെ പൂർണ്ണതയും അതേപോലെ തന്നെ അവന്റെ നാമഗുണ വിശേഷണങ്ങളുടെ ആശയതലങ്ങളുടെ പൂർണ്ണതയും അവന്റെ മഹോന്നതിയുമെല്ലാം ഈ പദം വിളിച്ചുണർത്തുന്നുണ്ട് എന്നാണ്. വലിദാ ലാ യജൂസു ഇസ്തിഅമാലുഹാ ഫി ഹഖ്ഖി ഗൈരില്ലാഹി തആല, അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് ഈ പദം ഉപയോഗിക്കുക എന്നത് അനുവദനീയമല്ല എന്നാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അന്നല്ലാഹു തആല തആലമ അൻ കുല്ലി മാ സിവാഹു മിനൽ മഖ്ലൂഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളിൽ നിന്നുള്ള സകലതിൽ നിന്നും വ്യത്യസ്തൻ തന്നെയാണ്. മറ്റുള്ള സകല ചരാചരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹോന്നതിയുള്ളവനാണ്, ഉന്നതനാണ് എന്ന ആശയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം വഅന്നഹുൽ മാലികുൽ മുതസർരിഫ് ഫി സമാവാതി വൽ അർളി ഫി ദുനിയ വൽ ആഖിറ, ഇഹപര ലോകങ്ങളിൽ ആകാശഭൂമികളിലാകട്ടെ സകലമാന കാര്യങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയാകുന്നു കൈകാര്യ കർത്തൃത്വത്തിന് അവകാശമുള്ളവൻ, അവനാണ് മാലിക്, അവനാണ് രാജാധികാരമുള്ളത് എന്നാണ്. അതാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തേത് വഹുവ സാഹിബു ഖുദ്റത്തി താമ്മ വസ്സുൽത്താനിൽ മുത്ലഖ അലാ കുല്ലി ഷൈ. സകല വസ്തുക്കളുടെയും കഴിവും ശക്തിയുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടേത് തന്നെയാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ എല്ലാവിധ അധികാരങ്ങളും പ്രൗഢിയും ഒത്ത മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നവൻ തന്നെയാണ്. കേവലം ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യൻ ഒരിക്കലൊരു ജീവിയായി ഭൂമിയിൽ ജന്മമെടുക്കുകയും നിശ്ചയിക്കപ്പെട്ട ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവന്റെ ജീവിതം അവസാനിച്ച് അവൻ മരണമടയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ ആവശ്യപ്രകാരമോ അവന്റെ ഉദ്ദേശമനുസരിച്ചോ അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് എല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ്, അവന്റെ ഇടപെടലുകളാണ്. എന്നാൽ തന്റെ ജീവിതവും മരണവും എന്തിനാണെന്നും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിയാത്തൊരു മനുഷ്യൻ നാശത്തിൽ ചെന്ന് പതിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അള്ളാഹനെ ആരാധിക്കാനാണ്. അപ്പോൾ ആ ആരാധനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം എന്നത് നാം മറന്നു പോകാൻ പാടില്ല. ജീവിതത്തിൽ ഉടനീളം അവൻ മുഖ്യമായി കാണേണ്ടതും ആ കാര്യം തന്നെയാണ്. മനുഷ്യന്റെ മരണത്തെയും ജീവിതത്തെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അഥവാ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു ആ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അല്ലദീ എങ്ങനെയുള്ളവനാണ് അവൻ? ഖലഖൽ മൗത മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനു വേണ്ടിയാണത്? ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്താണ് പരീക്ഷണം? അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമല ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. വഹുവൽ അസീസുൽ ഗഫൂർ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ഈ പരീക്ഷണത്തിലെ വിജയം തന്നെയാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്നും വിശിഷ്ട ബുദ്ധി കൊണ്ടും ചിന്താശേഷികൾ കൊണ്ടും മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകതയുള്ളവരാക്കിയത് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ ഖേദം അടങ്ങാത്തത് തന്നെയായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരണവും ജീവിതവും റബ്ബിന്റെ സൃഷ്ടികളാണ്. അവകളെ മനുഷ്യർക്ക് വേണ്ടി ഏർപ്പെടുത്തിയത് മനുഷ്യരിലെ കഠിനാധ്വാനികളെ കണ്ടെത്തുവാനാണ്. നമുക്കൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം അത് നമ്മുടെ ജീവിതകാലമാണ് എങ്കിലും അതിന്റെ എല്ലാം വിരാമം തീർക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും നമ്മുടെ മരണത്തോടു കൂടിയായിരിക്കും. ഈ പരീക്ഷണത്തിന്റെ അനന്തരഫലം അത് തൃപ്തികരമാണ് എങ്കിൽ കൈവരിക്കാനിരിക്കുന്ന സൗഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതല്ല, അത് അതൃപ്തകരമാണ് എങ്കിൽ അനുഭവിക്കാനിരിക്കുന്ന ദൗർഭാഗ്യവും തീർത്തും അവർണ്ണനീയം തന്നെയായിരിക്കും. ആ നിലക്ക് ജീവിതത്തെ കാണുന്ന ഒരു മനുഷ്യന് ഇഹലോകത്തേക്കാൾ പരലോകമായിരിക്കും അവന് ഏറ്റവും വലിയ ചിന്താ വിഷയമായിട്ടുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ പരാമർശിക്കുന്നതിന് മുമ്പ് ആദ്യമായി അല്ലദീ ഖലഖൽ മൗത മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ മനുഷ്യന്റെ കർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അഹ്സനു അമല ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. അഥവാ ചെയ്യുന്ന കർമ്മങ്ങൾ ഉത്തമമായതായിരിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന കർമ്മങ്ങൾ ഉദ്ദേശ ലക്ഷ്യം ശുദ്ധിയുള്ളതാക്കിയും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടതാക്കിയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. തഫ്സീർ ഇബ്നു കസീറിൽ കാണുവാൻ സാധിക്കും, മുഹമ്മദ് ബിൻ അജ്ലാൻ റഹിമഹുല്ലാഹ് പറയുന്നു, വലം യകുൽ അക്സറു അമല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അഹ്സനു അമല എന്ന് പറയുന്നതിന് പകരം അക്സറു അമല എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരിക്കലും അല്ലാഹ് പറഞ്ഞിട്ടില്ല. മറിച്ച് അഹ്സനു അമല എന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നിയ്യത്ത് നന്നാക്കി ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായ പ്രമാണത്തിൽ ഉള്ളതായിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്തു വെച്ചാൽ അതൊരു പക്ഷേ സ്വീകാര്യയോഗ്യമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യവും
നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 നിബന്ധനകളാണ് പൊതുവെ പണ്ഡിതന്മാർ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതായി മാറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് നീയത്താണ്, അഥവാ നാം ചെയ്യുന്ന കർമ്മം കൃത്യമായ നീയത്തോടു കൂടിയായിരിക്കണം നാം ആ കർമ്മം ചെയ്യേണ്ടത്. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അൽ മുതാബഅതു ലിർറസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയുണ്ടായിരിക്കുക എന്നതാണ്. പ്രവാചകന്റെ ചര്യയില്ലാത്ത കർമ്മങ്ങൾ അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന കാരണത്താൽ ആ നിബന്ധനയും നാം പാലിക്കേണ്ടതുണ്ട്. ഈ 2 നിബന്ധനകൾ ഒത്ത കർമ്മങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത് എന്നും അപ്പോഴേ ഇത് അഹ്സനു അമലായി ഏറ്റവും നല്ല കർമ്മമായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 നാമങ്ങൾ പരാമർശിക്കുന്നതായി കാണാം. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്, അതേപോലെ തന്നെ ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അഥവാ ഏറെ പ്രതാപമുള്ളവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും, എത്ര വേണ്ടാത്തരങ്ങൾ ചെയ്താലും, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം കാണിച്ചാലും ശരി, അതിനെല്ലാം ശേഷം മനസ്സ് പാകപ്പെട്ടുകൊണ്ട് അതിൽ നിന്നെല്ലാം വേറിട്ട് മാറി നിന്നുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയെല്ലാം ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിപൂർണമായും നാം മുക്തരായി റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാറുവാൻ, അവനിലേക്ക് അടുക്കുവാൻ നാം തയ്യാറാണ് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുവാനും തയ്യാറാണ് എന്ന് ഈ വിശേഷണങ്ങൾ, ഈ നാമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹുവ മഅ ദാലിക യഗ്ഫിറു വയർഹം വയസ്ഫഹ് വയതജാവസ്, അഥവാ പാപങ്ങൾ പുറത്തു തരുവാനും കരുണ കാണിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും അതേപോലെ തന്നെ മാപ്പാക്കി തരുവാനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. നാം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ നാം വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വചനങ്ങളിൽ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിക്കൊണ്ട് നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.